ഒറ്റൊരു പേപ്പർ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ രണ്ട് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്ലവർ വേസ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കും. അങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ മാത്രമുള്ള സംഭവമൊന്നുമില്ല. യൂഷ്വലി എപ്പോഴൊക്കെ പേപ്പർ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും അന്നൊക്കെ അത് പാളിപ്പോവാറാണ് പതിവ്. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് എന്താണെന്നറിയില്ല, സംഭവമൊക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. മെഷർമെന്റ് എടുക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല കേട്ടോ, കാണുന്ന ആ ഒരു പണിയുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം സ്കോർ ചെയ്യാനായിട്ട് വേണം. ഈ വരച്ച ലൈനിൽ കൂടെ ഒന്ന് സ്കോർ ചെയ്ത് കൊടുക്കുക. അതായത് കുറച്ച് ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം എടുക്കുക. പേപ്പർ മുറിഞ്ഞു പോകരുത്, പക്ഷെ ഇതേപോലെ നല്ല രീതിയിൽ മടക്കാൻ കിട്ടണം. പിന്നെ എടുക്കുന്ന പേപ്പർ കുറച്ച് കട്ടിയിൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫ്ലവർ വേസിന്റെ കറക്റ്റ് സ്ട്രക്ചർ കിട്ടുള്ളൂ. പിന്നെ ഓരോ ബോക്സസിനകത്തും ഇതേപോലെ എക്സ് പോലെ വരച്ചു കൊടുക്കുക, അതും ഒന്ന് സ്കോർ ചെയ്ത് കൊടുക്കുക. മുകളിലോ താഴെ ഏതെങ്കിലും അവിടെ ഇതേപോലെ ലൈൻസ് വഴി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ഈ എക്സ് വരച്ച ഭാഗമില്ലേ, അത് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി കൊടുക്കുക. മൊത്തത്തിൽ പറയാനാണെങ്കിൽ ആ വരച്ച വരയൊക്കെ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് വരയ്ക്കുക. എല്ലാവിടെയും കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. ആ 2 സെന്റിമീറ്റർ വിട്ടത് ഇതേപോലെ ഉള്ളിലോട്ട് ഒട്ടിച്ചു കൊടുക്കാനാണ്. താഴ്ഭാഗം കൂടെ ഒട്ടിച്ചു കൊടുത്താൽ ഇതേപോലെ ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് അതിന്റെ 3 സൈഡ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ വേസ് സെറ്റായി. ആ ഒരു വൈറ്റ് കളർ കാണാൻ തന്നെ നല്ല രസമാണ്, പക്ഷെ എന്നാലും കുറച്ചുകൂടി ഒരു ആഡംബരം ആയിക്കോട്ടെ എന്നുകൊണ്ട് ഗോൾഡൻ കളർ അടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റ് സബ്സ്ക്രൈബും.